ഒരു വ്യക്തി ഇത്തിരി പേഴ്സണൽ സ്പേസ് വേണം, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഫ്രീഡം വേണം, അതുപോലെ തന്നെ മറ്റാരും ഞങ്ങളുടെ ലൈഫിലേക്ക് എൻട്രി ചെയ്യുന്നത് ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരേ ആൾ തന്നെ എതിർക്കുകയും ചെയ്യും, സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഈ പറയുന്നത് മകളാണ് പറയുന്നതെങ്കിൽ അമ്മ സപ്പോർട്ട് ചെയ്യും, മരുമകളാണ് പറയുന്നതെങ്കിൽ അമ്മായിയമ്മ അതിനെ നിഷ്കരണം തള്ളിക്കളയുകയും ചെയ്യും. ഇത് കാലങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിന്ന് വരുന്ന ഒരാചാരമാണ്. ഞാൻ അനുഭവിച്ചത് എൻ്റെ മരുമകൾക്ക്, അതിനേക്കാൾ കൂടുതൽ പിന്നെ വരുന്ന കുട്ടിക്ക് എന്ന രീതിയിൽ ഇങ്ങനെ കൈമാറി കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ഒരു സാധനം. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അത്യാവശ്യം ബോൾഡാണ്. അവർക്ക് വായി തോന്നുന്നതൊക്കെ അല്ലെങ്കിൽ അവർക്ക് ശരിയല്ല എന്ന് തോന്നുന്നതൊക്കെ അവരപ്പം തന്നെ വിളിച്ചു പറയാനും തുടങ്ങുന്നുണ്ട്. ആ ഒരു ടോളറേഷൻ ലെവലിൽ ഭയങ്കര വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഒരു സ്ത്രീയുടെ ശത്രു അതിന് ഏത് മേഖലയിലായാലും ഒരു സ്ത്രീ തന്നെ ആയിരിക്കും. അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ എന്ത് സ്വാതന്ത്ര്യമാണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് കിട്ടണം എന്ന് കരുതുന്ന സമാധാനത്തിനൊക്കെ എൻ്റെ വീട്ടിലേക്ക് കയറി വരുന്ന മരുമകളും അർഹയാണ് എന്നൊരു ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. ഇത് എൻ്റെ മകനല്ലേ, അപ്പം അവൻ്റെ കാര്യത്തിൽ ആരും തീരുമാനം എടുക്കണ്ട, അവൻ എപ്പോൾ ഉറങ്ങണം, എത്ര ഉണ്ണണം, ഇനി അവൻ എവിടെയൊക്കെ പോകണം, അത് ഏത് വാഹനം ഓടിക്കണം, ആ കാര്യത്തിലൊക്കെ ഞാൻ തന്നെ തീരുമാനം എടുക്കും എന്ന് പറയുന്ന അമ്മായിയമ്മയും, അതുപോലെ തന്നെ മോള് കല്യാണം കഴിച്ചു കൊടുത്തത് വെറുതെ ഒന്നും കെട്ടിച്ചു കൊടുത്തതല്ലോ, അവൾക്ക് കുറേ സ്വത്ത് കൊടുത്തിട്ടില്ലേ, അല്ലെങ്കിൽ അവൾക്ക് ഇപ്പോഴും ഞങ്ങൾ സാധനങ്ങൾ കൊണ്ടു കൊടുക്കുന്നില്ലേ, അപ്പോൾ അവിടുത്തെ വലിയ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട, എൻ്റെ മകള് അവളുടെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചോളും എന്ന് പറയുന്ന അമ്മയും ഒരേ കക്ഷിയാണ്. അവിടെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇത് എല്ലാവരും കാണുമ്പോൾ അവർക്കും ഈ ഒരു സ്വഭാവത്തിൽ വൈരുദ്ധ്യം കാണുകയും അവിടെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുകയും ചെയ്യും. കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെയൊക്കെ ഒന്ന് മയത്തിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് വരും കാല മദർ ഇൻ ലോസ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും ലൈഫ്. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.